ബംഗളൂരുവിലേക്കും തിരിച്ചുള്ള യാത്ര മലയാളികൾക്ക് വർഷം മുഴുവൻ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. അവധി ദിവസങ്ങളിലും ഉത്സവ സമയങ്ങളിലും ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാതെ പലരും പ്രയാസപ്പെടാറുണ്ട്. ഈ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രധാന തീരുമാനമാണ് റെയിൽവേ ബോർഡ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിന് 16 കോച്ചുകളുള്ള പുതിയ ട്രെയിൻ അനുവദിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ട്രെയിൻ വെറും 8 കോച്ചുകളുമായാണ് സർവീസ് നടത്തുന്നത്. ഇനി ആ ട്രെയിൻ പിൻവലിച്ച് അതിന് പകരം 16 കോച്ചുകളുള്ള പുതിയ അത്യാധുനിക റെക് സർവീസിന് എത്തും. അടുത്ത ആഴ്ച മുതൽ പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഈ മാറ്റം യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവിന് വഴിയൊരുക്കും. നിലവിൽ ഏകദേശം 530 യാത്രക്കാർക്ക് മാത്രമാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്നത്. പുതിയ 16 കോച്ചുകളുള്ള ട്രെയിൻ എത്തിയാൽ സീറ്റുകളുടെ എണ്ണം 1228 ഉയരും. അതായത് ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയിലധികം യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ സാധിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ബംഗളൂരിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കാണ്. പ്രത്യേകിച്ച് ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങി അവധി ദിവസങ്ങളിൽ നാട്ടിലേക്ക് വരാനും അവധി കഴിഞ്ഞ് തിരികെ പോകാനും ടിക്കറ്റ് ലഭിക്കാത്തത് വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ കൂടുതൽ കോച്ചുകൾ വന്നതോടെ കൂടുതൽ പേർക്ക് കൺഫേംഡ് ടിക്കറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ തന്നെ ഓണക്കാല ടിക്കറ്റ് ബുക്കിംഗിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓഗസ്റ്റ് 21, 22 തീയതികളിൽ ബംഗളൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള വന്ദേ ഭാരത് ട്രെയിനിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇതിനകം തന്നെ 100 കടന്നിട്ടുണ്ട്. അതുപോലെ ഓഗസ്റ്റ് 29 മുതൽ 31 വരെ എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്ക് യാത്രയ്ക്കും കൺഫേം ടിക്കറ്റുകൾ ലഭ്യമല്ല. എല്ലാ സീറ്റുകളും നേരത്തെ തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. പുതിയ ട്രെയിൻ സർവീസ് ആരംഭിച്ചാൽ ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ ഉയരും. അതോടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടും കുറയും. അതേസമയം കേരളത്തിനുള്ളിൽ പുതിയ എറണാകുളം തിരുവനന്തപുരം വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം വീണ്ടും റെയിൽവേ ബോർഡ് തള്ളിക്കളഞ്ഞു. ഈ സർവീസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന നേതൃത്വം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കത്ത് നൽകിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. ഈ സർവീസ് അനുവദിക്കാത്തതിന് റെയിൽവേ പറയുന്ന പ്രധാന കാരണം രണ്ട് നഗരങ്ങളും തമ്മിലുള്ള ദൂരക്കുറവാണെന്നാണ്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരെ യാത്ര പൂർത്തിയാക്കിയ ശേഷം ട്രെയിൻ മണിക്കൂറുകളോളം തിരുവനന്തപുരം സ്റ്റേഷനിൽ വെറുതെ കിടക്കേണ്ടി വരുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ആയതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ സർവീസ് പ്രായോഗികമല്ല എന്നാണ് റെയിൽവേ ബോർഡിന്റെ നിലപാട്. എന്നാൽ ഈ വാദത്തോട് യാത്രക്കാരുടെ സംഘടനകൾ യോജിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെറിയ ദൂരമുള്ള വന്ദേ ഭാരത് സർവീസുകളെ ദീർഘദൂര സർവീസുകളുമായി ബന്ധിപ്പിച്ച് വിജയകരമായി നടത്തുന്നതായി അവർ ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ കേരളത്തിലും പുതിയ രീതിയിൽ സർവീസ് ക്രമീകരിക്കാമെന്നാണ് അവരുടെ അഭിപ്രായം. സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്. രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് ഏകദേശം 10 മണിയോടെ തിരുവനന്തപുരത്തെത്താം. തുടർന്ന് 1 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ട നാഗർകോവിൽ, മധുരൈ, തിരുച്ചിറപ്പള്ളി വഴി വൈകിട്ട് ചെന്നൈയിലെത്തുന്ന രീതിയിൽ സർവീസ് നടത്താം. അതുപോലെ മറ്റൊരു ട്രെയിൻ രാവിലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് തിരുവനന്തപുരത്തെത്തുകയും പിന്നീട് രാത്രി എറണാകുളത്തേക്ക് യാത്ര തുടരുകയും ചെയ്യാം. ഇങ്ങനെ 2 ട്രെയിനുകളും തമ്മിൽ ബന്ധിപ്പിച്ചാൽ ഒരു സ്റ്റേഷനിലും ട്രെയിൻ വെറുതെ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് സംഘടനകൾ പറയുന്നത്. ഈ സംവിധാനം നടപ്പാക്കിയാൽ കേരളത്തിനും തമിഴ്നാട്ടിനും ഇടയിലുള്ള യാത്രക്കാരുടെ എണ്ണം കൈകാര്യം ചെയ്യാൻ കൂടുതൽ സൗകര്യമാകും. ചെന്നൈയിലേക്കുള്ള യാത്രക്കാർക്കും വേഗത്തിലുള്ള സർവീസ് ലഭിക്കും. കൂടാതെ ട്രെയിനുകളുടെ ഉപയോഗം കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയുമെന്നാണ് യാത്രക്കാരുടെ സംഘടനകളുടെ വിലയിരുത്തൽ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരതിന് കൂടുതൽ കോച്ചുകൾ അനുവദിച്ചത് കേരളത്തിലെ യാത്രക്കാർക്ക് വളരെ സന്തോഷം നൽകുന്ന തീരുമാനമാണ്. വർഷങ്ങളായി ഉയർന്നിരുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു കൂടുതൽ സീറ്റുകൾ. അതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസിന് 16 കോച്ചുകളുള്ള പുതിയ ട്രെയിൻ അനുവദിച്ച തീരുമാനം ഓണക്കാല യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നതോടെ ടിക്കറ്റ് ലഭിക്കാനുള്ള സാധ്യതയും ഉയരും. അതേസമയം എറണാകുളം തിരുവനന്തപുരം വന്ദേ ഭാരത് സർവീസിനുള്ള ആവശ്യം ഇപ്പോഴും പരിഗണനയിൽ എത്തിയിട്ടില്ല. യാത്രക്കാരുടെ സംഘടനകൾ മുന്നോട്ട് വച്ച പുതിയ നിർദ്ദേശങ്ങൾ ഭാവിയിൽ റെയിൽവേ പരിശോധിക്കുമോ എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.